സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പഠിക്കാനുള്ള പുതിയ സബ് യൂണിറ്റിന്റെ പേര് പ്രഗ്നൻസി ആൻഡ് കെയർ എന്നാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഡിറ്റക്ഷൻ ഓഫ് പ്രഗ്നൻസി യൂസിംഗ് നിശ്ചയ് കിറ്റ്. പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യുന്നു. A simple way to diagnose pregnancy is to conduct urine examination using a pregnancy test kit. Pregnancy test kit ഉപയോഗിച്ച് യൂറിൻ പരിശോധിക്കുന്നതിലൂടെയാണ് പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്നത്. This test detects the presence of hormone HCG, human chorionic gonadotropin, produced by placenta soon after fertilization. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന ഹോർമോൺ ഫെർട്ടിലൈസേഷന് ശേഷം പ്ലാസന്റ പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ ഹോർമോൺ പ്രഗ്നൻസി ടെസ്റ്റിലൂടെ ഡിറ്റക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ദിസ് ടെസ്റ്റ് വിൽ ബി പോസിറ്റീവ് as early as 7 days after fertilization. Various kits are available in market to detect pregnancy. Nischay is a rapid in vitro diagnostic pregnancy kit made available by the Government of India as a part of maternal and child health program. പലതരത്തിലുള്ള പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്ന പ്രഗ്നൻസി കിറ്റാണ് നിശ്ചയ് കിറ്റ്. പ്രഗ്നൻസി ടെസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. Sample used is early morning urine sample. ടെസ്റ്റിന്റെ പേര് കാർഡ് ടെസ്റ്റ്. പ്രിൻസിപ്പിൾ: the HCG present in the urine reacts with anti-HCG antibody coated in the card to give a purple colored band. യൂറിനിൽ പ്ലാസന്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന ഹോർമോൺ ഉണ്ടെങ്കിൽ അത് കാർഡിൽ കോട്ട് ചെയ്തിരിക്കുന്ന anti-HCG ആന്റിബോഡിയുമായി റിയാക്ട് ചെയ്യുകയും പർപ്പിൾ കളേർഡ് ബാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. റിക്വയർമെന്റ്സ്: പ്രഗ്നൻസി കാർഡ്, ഏർലി മോർണിംഗ് യൂറിൻ സാമ്പിൾ, ഡ്രോപ്പർ. ചെയ്യുന്ന വിധം: ഓപ്പൺ ദ സീൽ ആൻഡ് പ്ലേസ് ദ കാർഡ് ഇൻ ദ വർക്ക് ബെഞ്ച്. സീൽ ഓപ്പൺ ചെയ്ത് കാർഡ് പുറത്തെടുക്കുകയും വർക്ക് ബെഞ്ചിന് മുകളിലായി വെക്കുകയും ചെയ്യുക. ആഡ് 2 to 3 drops of urine into the sample window of the card using dropper. കാർഡിന് ടെസ്റ്റ് വിൻഡോയും സാമ്പിൾ വിൻഡോയും ഉണ്ട്. സാമ്പിൾ വിൻഡോയിലേക്ക് 2-3 തുള്ളി യൂറിൻ ആഡ് ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പ്: ഒബ്സർവ് ദ ടെസ്റ്റ് വിൻഡോ ആഫ്റ്റർ 3 minutes. 3 മിനിറ്റിന് ശേഷം ടെസ്റ്റ് വിൻഡോ ഒബ്സർവ് ചെയ്യുക. റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യാം. If purple colored band is present in both test and control region, test positive. ചിത്രത്തിൽ രണ്ടാമത്തെ കാർഡിൽ കാണുന്നത് പോലെ ടെസ്റ്റ് റീജിയനിലും കൺട്രോൾ റീജിയനിലും പർപ്പിൾ കളേർഡ് ബാൻഡ് കാണുന്നെങ്കിൽ ടെസ്റ്റ് പോസിറ്റീവ് ആണ്. ഇഫ് പർപ്പിൾ കളേർഡ് ബാൻഡ് ഓൺലി ഇൻ ദ കൺട്രോൾ റീജിയൻ, ടെസ്റ്റ് നെഗറ്റീവ്. മൂന്നാമത്തെ കാർഡിൽ കാണുന്നത് പോലെ കൺട്രോൾ റീജിയനിൽ മാത്രം ബാൻഡ് കാണുന്നെങ്കിൽ ടെസ്റ്റ് നെഗറ്റീവ് ആണ്. ഇഫ് നോ കളേർഡ് ബാൻഡ് ഈസ് സീൻ ഇൻ ദ കൺട്രോൾ റീജിയൻ, ദ ടെസ്റ്റ് ഈസ് ഇൻവാലിഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി റിപ്പീറ്റഡ് വിത്ത് എ ന്യൂ കാർഡ്. ഒന്നാമത്തെ കാർഡിൽ കാണുന്നത് പോലെ കൺട്രോൾ റീജിയനിൽ ബാൻഡ് പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിൽ ടെസ്റ്റ് ഇൻവാലിഡ് ആണെന്ന് കണക്കാക്കി പുതിയ ഒരു കാർഡ് ഉപയോഗിച്ച് റിപ്പീറ്റ് ചെയ്യണം. Calculation of EDD using LMP. LMP is last menstrual period. Refers to the starting day of the most recent menstrual period. LMP ആയി കണക്കാക്കുന്നത് മോസ്റ്റ് റീസെന്റ് ആയ മെൻസ്ട്രുവൽ പീരീഡിന്റെ ഫസ്റ്റ് ഡേ, അതായത് ബ്ലീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ ആണ്. EDD, എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി ഓർ എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ് ഓർ EDC. refers to the date on which childbirth is expected to occur. പ്രസവം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഡേ ആണ് എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി. The average length of pregnancy or gestation is around 280 days or 40 weeks. പ്രഗ്നൻസിയുടെ അല്ലെങ്കിൽ ജസ്റ്റേഷന്റെ ആവറേജ് ലെങ്ത് എന്ന് പറയുന്നത്
280 ദിവസം അല്ലെങ്കിൽ 40 ആഴ്ചകളാണ്. പ്രഗ്നൻസീസ് കൗണ്ടഡ് ഫ്രം ദി ഫസ്റ്റ് ഡേ ഓഫ് LMP ടു ദ ഡേ ഓഫ് ഡെലിവറി. പ്രഗ്നൻസി കൗണ്ട് ചെയ്യുന്നത് ലാസ്റ്റ് മെൻസ്ട്രുവൽ പീരീഡിന്റെ ഫസ്റ്റ് ഡേ മുതൽ ഡെലിവറിയുടെ ദിവസം വരെയാണ്. LMP അഥവാ ലാസ്റ്റ് മെൻസ്ട്രുവൽ പീരീഡ് ഉപയോഗിച്ച് എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി അഥവാ EDD കണക്കാക്കുന്നത് നീഗിൾസ് റൂൾ അപ്ലൈ ചെയ്താണ്. ജർമ്മൻ ഡോക്ടറായ നീഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നീഗിൾസ് റൂൾ. ഈ റൂൾ പ്രകാരം EDD or expected date of delivery equals LMP plus 1 year minus 3 months plus 7 days. 1 year minus 3 months plus 7 days എന്നുള്ളത് ഏകദേശം 280 days വരുന്നത് കൊണ്ട് എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി കണക്കാക്കാനായി ലാസ്റ്റ് മെൻസ്ട്രുവൽ പീരീഡിനോടൊപ്പം 280 days ആഡ് ചെയ്താൽ മതിയാവും. എല്ലാ മാസങ്ങളിലും ഒരേ ദിവസങ്ങൾ അല്ലാത്തതിനാൽ ഈ കാൽക്കുലേഷനിൽ നേരിയ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. നീഗിൾസ് റൂൾ അപ്ലൈ ചെയ്ത് എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി കണക്കാക്കുന്ന രീതി ഒരു ഉദാഹരണത്തിലൂടെ പഠിക്കാം. എക്സാമ്പിൾ: ഡിറ്റർമൈൻ ദി EDD ഓഫ് എ വുമൺ വിത്ത് LMP 8th May 2021. LMP ഈസ് 8th May 2021. ഇതോടൊപ്പം ഒരു വർഷം കൂടി ആഡ് ചെയ്യുമ്പോൾ 8th May 2022 ആവും. അതിൽ നിന്ന് 3 മാസം മൈനസ് ചെയ്യുമ്പോൾ 8th February 2022 ആകും. അതോടൊപ്പം 7 days കൂടി ആഡ് ചെയ്യുമ്പോൾ 15th February 2022. സോ എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി ഓഫ് ദാറ്റ് വുമൺ ഈസ് 15th February 2022. EDD കണക്കാക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Unsafe abortion. WHO defines unsafe abortion as a procedure for terminating an unwanted pregnancy either by persons lacking the necessary skills or in an environment lacking minimal medical standards or both. World Health Organization unsafe abortion define ചെയ്തിരിക്കുന്നത് കൃത്യമായ പ്രാവീണ്യം നേടിയിട്ടില്ലാത്ത വ്യക്തികളോ മിനിമൽ മെഡിക്കൽ മാനദണ്ഡങ്ങൾ ഇല്ലാത്ത സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിച്ചേരുന്ന അവസ്ഥയിലോ ഒരു അനാവശ്യമായ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ് അൺസേഫ് അബോർഷൻ. റീസൺസ് ഓഫ് അൺസേഫ് അബോർഷൻസ് ആർ: 1. ഡിഫിക്കൽട്ടീസ് ഇൻ ആക്സസ് ടു പ്രിഫേർഡ് മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ. കൃത്യമായ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാത്തത്. 2. ഫോഴ്സ്ഡ് ഓർ അൺവാണ്ടഡ് സെക്ഷൽ ഇന്റർകോഴ്സ്. 3. എക്കോണമിക് കണ്ടീഷൻസ് ലൈക്ക് പോവർട്ടി. ദെൻ സൊസൈറ്റൽ നോംസ്. ദെൻ ലീഗൽ ഓബ്സ്റ്റക്കിൾസ്, നിയമപരമായ തടസ്സങ്ങൾ. ആൻഡ് അതർ സിസ്റ്റമിക് ഫാക്ടേഴ്സ്. അടുത്തതായി ഇൽ എഫക്ട്സ് ഓഫ് അൺസേഫ് അബോർഷൻ ആണ്. അതായത് അൺസേഫ് അബോർഷന്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഹെമറേജ് ഓർ വജൈനൽ ബ്ലീഡിംഗ്, അബ്ഡോമിനൽ പെയിൻ, ഇൻഫെക്ഷൻ, സെപ്സിസ്, ഷോക്ക്, ജെനിറ്റൽ ട്രോമ, ഇന്റേണൽ ഓർഗൻ ഇഞ്ചുറി, ഇൻഫെർട്ടിലിറ്റി. ഇതൊക്കെയാണ് ഇൽ എഫക്ട്സ് ഓഫ് അൺസേഫ് അബോർഷൻ. അൺസേഫ് അബോർഷൻ ക്യാൻ ബി പ്രിവെന്റഡ് ത്രൂ 1. സെക്സ് എഡ്യൂക്കേഷൻ അഥവാ ലൈംഗിക വിദ്യാഭ്യാസം, എഫക്റ്റീവ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, കൃത്യമായ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ, പ്രൊവിഷൻ ഓഫ് സേഫ് ലീഗൽ അബോർഷൻ, സുരക്ഷിതമായ അബോർഷൻ സ്വീകരിക്കുന്നതിലൂടെ. ഇതുകൂടാതെ കൃത്യമായ ചികിത്സ നൽകുന്നതിലൂടെ അൺസേഫ് അബോർഷൻ മൂലമുള്ള ഡെത്ത് നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. കെയർ ഡ്യൂറിംഗ് പോസ്റ്റ് അബോർഷൻ പീരീഡ്. അബോർഷന് ശേഷമുള്ള സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പഠിക്കാനുള്ളത്. യൂസ് സാനിറ്ററി പാഡ്സ് ആൻഡ് ചേഞ്ച് പാഡ്സ് എവറി 4 to 6 hours. സാനിറ്ററി പാഡ്സ് ഉപയോഗിക്കുകയും 4 മുതൽ 6 മണിക്കൂറുകളുടെ ഇടവേളകളിൽ പാഡ്സ് ചേഞ്ച് ചെയ്യുകയും വേണം. വാഷ് പെരിനിയം. ഡു നോട്ട് ഹാവ് സെക്ഷൽ ഇന്റർകോഴ്സ്. പോസ്റ്റ് അബോർഷൻ പീരീഡിൽ സെക്ഷൽ ഇന്റർകോഴ്സ് ഒഴിവാക്കുക. ഹെവി വർക്ക്സ് ആൻഡ് ജേർണീസ് ഒഴിവാക്കുക. ചെറുതായി ഹീറ്റ് അപ്ലൈ ചെയ്ത് പെയിൻ കുറയ്ക്കാവുന്നതാണ്. Then take medications that doctor prescribes. ഡോക്ടർ നൽകുന്ന മെഡിക്കേഷൻസ്, മരുന്നുകൾ കഴിക്കുക.
Then monitor temperature every day for a week as fever could indicate infection. ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് അണുബാധയ്ക്കുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. Then attend follow-up appointments. Then avoid using swimming pools for 1 to 2 weeks. അബോർഷന് ശേഷം 1 മുതൽ 2 ആഴ്ച വരെ സ്വിമ്മിംഗ് പൂൾസ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അഥവാ MTP. The intentional or voluntary termination of pregnancy before full term is known as MTP or induced abortion. പ്രഗ്നൻസി ഫുൾ ടൈം എത്തുന്നതിന് മുൻപ് ടെർമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഓർ ഇൻഡ്യൂസ്ഡ് അബോർഷൻ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലീഗലൈസ്ഡ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഇൻ 1971 വിത്ത് സം സ്ട്രിക്ട് കണ്ടീഷൻസ് ടു അവോയ്ഡ് ഇറ്റ്സ് മിസ്യൂസ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1971 ചില പ്രത്യേക നിബന്ധനകളോടുകൂടി മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നിയമവിധേയമാക്കി. ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അമെൻമെന്റ് ആക്ട് 2017 നിലവിൽ വന്നു. വിതിൻ ദി ഫസ്റ്റ് 12 വീക്സ് ഓഫ് പ്രഗ്നൻസി ഒപ്പീനിയൻ ഓഫ് 1 രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. 12 ആഴ്ചകൾക്കുള്ളിലുള്ള പ്രഗ്നൻസി ആണെങ്കിൽ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ അഭിപ്രായം തേടേണ്ടതാണ്. 12 to 24 വീക്സ് ഓഫ് പ്രഗ്നൻസി ആണെങ്കിൽ 12 മുതൽ 24 ആഴ്ചകൾക്കുള്ളിലുള്ള പ്രഗ്നൻസി ആണെങ്കിൽ 2 രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ അഭിപ്രായം തേടേണ്ടതാണ്. അമെൻമെന്റ് ആക്ട് അനുസരിച്ച് MTP ചെയ്യേണ്ട സാഹചര്യങ്ങളാണ് താഴെ പറയുന്നത്. 1. ദ കണ്ടിന്യൂഷൻ ഓഫ് പ്രഗ്നൻസി വുഡ് ഇൻവോൾവ് എ റിസ്ക് ടു ദ ലൈഫ് ഓഫ് ദി പ്രഗ്നന്റ് വുമൺ, ബോത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ. പ്രഗ്നൻസി തുടർന്നാൽ സ്ത്രീയുടെ ഫിസിക്കൽ ഓർ മെന്റൽ ഹെൽത്തിന് ദോഷം ഭവിക്കുന്നുവെങ്കിൽ MTP ചെയ്യാവുന്നതാണ്. 2. There is a substantial risk to the child. It would suffer from such physical or mental abnormalities. പ്രഗ്നൻസി തുടർന്നാൽ കുട്ടിക്ക് ശാരീരികമോ മാനസികമോ ആയ വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാവുന്നതാണ്. പ്ലേസസ് വെയർ MTP ക്യാൻ ബി പെർഫോംഡ്. നിയമവിധേയമായി MTP ചെയ്യാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എ ഹോസ്പിറ്റൽ വിച്ച് ഈസ് അണ്ടർ ദി ഗവൺമെന്റ്. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ MTP ചെയ്യാവുന്നതാണ്. എനി അതർ പ്ലേസ് വിച്ച് ഈസ് അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെന്റ് ടു വർക്ക് അക്കോർഡിംഗ് ടു ദി MTP ആക്ട്. MTP ആക്ട് പ്രകാരം വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ MTP നിയമവിധേയമായി ചെയ്യാം. മെഡിക്കൽ അബോർഷൻ ക്യാൻ ബി പെർഫോംഡ് അറ്റ് എ ക്ലിനിക് but the doctor needs to be attached to the government approved MTP center. ഒരു ക്ലിനിക്കിൽ MTP ചെയ്യാം, പക്ഷേ അവിടെ MTP ചെയ്യുന്ന ഡോക്ടർ ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് MTP സെന്ററുമായി അറ്റാച്ച്ഡ് ആയിരിക്കണം. അടുത്തതായി ഫങ്ഷൻസ് ഓഫ് FHW ഇൻ ഹാൻഡ്ലിംഗ് ഓഫ് പേഷ്യൻസ് ഹു അണ്ടർവെന്റ് MTP. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിക്ക് വിധേയരായ രോഗികളുമായി ബന്ധപ്പെട്ട് ഒരു ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കറിന്റെ റോൾസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഐഡന്റിഫൈ ദ വുമൺ റിക്വയറിംഗ് ഹെൽപ്പ് ഫോർ MTP. MTPക്ക് സഹായം ആവശ്യമുള്ള സ്ത്രീകളെ ഐഡന്റിഫൈ ചെയ്യുക. 2. എസ്കോർട്ട് ദ പേഷ്യന്റ് ടു എ അപ്രൂവ്ഡ് സെന്റർ ഫോർ MTP ഇഫ് നെസസറി. ആവശ്യമുണ്ടെങ്കിൽ MTPയുടെ അപ്രൂവ്ഡ് സെന്ററിലേക്ക് രോഗിക്ക് എസ്കോർട്ട് പോവുക. 3. Educate the families and community about the danger of unsafe abortion. അൺസേഫ് അബോർഷൻ ദോഷവശങ്ങളെക്കുറിച്ച് ഫാമിലിയെയും കമ്മ്യൂണിറ്റിയെയും ബോധവൽക്കരിക്കുക. 4. Educate them about the need to use effective contraceptive methods after undergoing an abortion so as to minimize the need for further abortion. ഒരു അബോർഷന് ശേഷം കൃത്യമായ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് രോഗികളെ ബോധവൽക്കരിക്കുക. അടുത്തതായി സെക്സ് ഡിറ്റർമിനേഷൻ ആൻഡ് ഫീമെയിൽ ഫീറ്റിസൈഡ്. ലിംഗനിർണയവും പെൺഭ്രൂണഹത്യയും. അബോർട്ടിംഗ് എ ഫീമെയിൽ ഫീറ്റസ് ആഫ്റ്റർ സെക്സ് ഡിറ്റർമിനേഷൻ ടെസ്റ്റ് ഈസ് കോൾഡ് എ ഫീമെയിൽ ഫീറ്റിസൈഡ്. ലിംഗനിർണയത്തിന് ശേഷം ഫീമെയിൽ ഫീറ്റസിനെ അബോർഷനിലൂടെ ഇല്ലാതാക്കുന്നതാണ് ഫീമെയിൽ ഫീറ്റിസൈഡ് അഥവാ പെൺഭ്രൂണഹത്യ. എവറി ഇയർ more than 10 million female fetus are illegally being aborted in India. ഇന്ത്യയിൽ പ്രതിവർഷം 10 മില്യണിലധികം പെൺഭ്രൂണഹത്യകൾ നടന്നുവരുന്നു.
റീസൺസ് ഫോർ ഫീമെയിൽ ഫീറ്റിസൈഡ്, പെൺഭ്രൂണഹത്യയുടെ കാരണങ്ങൾ. 1 സെക്സ് ഡിസ്ക്രിമിനേഷൻ, 2 ഡൗറി അഥവാ സ്ത്രീധനം, 3 പോവർട്ടി അഥവാ ദാരിദ്ര്യം, ഇല്ലിട്രസി അഥവാ വിദ്യാഭ്യാസമില്ലായ്മ, ദെൻ വിമൻ ആർ വ്യൂഡ് ആസ് ലയബിലിറ്റി, സ്ത്രീകളെ ഒരു ബാധ്യതയായി കാണുന്ന രീതി. ഇവയൊക്കെയാണ് ഫീമെയിൽ ഫീറ്റിസൈഡിന്റെ കാരണങ്ങൾ. ദെൻ ലെജിസ്ലേഷൻ എഗനസ്റ്റ് ഫീറ്റിസൈഡ്. There is also an act PC and PNDT, അതായത് പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട്. ഇത് ഫെബ്രുവരി 14, 2003 നിലവിൽ വന്നത്. ഈ നിയമപ്രകാരം സെക്സ് ഡിറ്റർമിനേഷൻ നടത്തുന്ന ഡോക്ടേഴ്സോ അല്ലെങ്കിൽ അതിനാവശ്യപ്പെടുന്ന പേരൻസോ 5 വർഷത്തെ തടവിനും 50,000 രൂപ പിഴയ്ക്കും വിധേയരാകും. ഈ ക്ലാസ്സിൽ നമ്മൾ പ്രഗ്നൻസി ആൻഡ് കെയർ, എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി കാൽക്കുലേഷൻ, അൺസേഫ് അബോർഷൻ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, സെക്സ് ഡിറ്റർമിനേഷൻ, ഫീമെയിൽ ഫീറ്റിസൈഡ് തുടങ്ങിയവയാണ് ചർച്ച ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.